ശ്യാം ഒരു ദുഷ്ടനാണെന്നും പേരും കള്ളനാണെന്നും ആകാശ് മനസ്സിലാക്കുന്നുണ്ട്. ശ്രുതിയും പ്രീതിയും ആയിരിക്കും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അശ്വിനോട് ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശ്രുതി ഒരു മോശക്കാരിയല്ല ഏട്ടാ. ഏട്ടൻ വെറുതെ ശ്രുതിയെ സംശയിക്കല്ലേ. ശ്രുതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ശ്രുതിയുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഏട്ടൻ കാണുന്നേ? ആകാശേ, നീ വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവള്. അതാദ്യം നീ മനസ്സിലാക്ക്. അവള് ആ ശ്യാമാണ് എല്ലാം എന്ന് എഴുതി വെച്ച ഒരു ലെറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതവള് എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു. ആകെക്കൂടെ എൻ്റെ കയ്യിലൊരു തെളിവുണ്ടായിരുന്നത് അത് മാത്രം. അഞ്ജലി ചേച്ചിക്ക് ദോഷം വരുന്ന കാര്യം ശ്രുതി ചെയ്യുമെന്നാണോ ഏട്ടൻ പറയുന്നേ? ഒരിക്കലുമില്ല ഏട്ടാ. അങ്ങനൊരു തെറ്റ് ശ്രുതി ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. അവനാ എല്ലാറ്റിനും പുറകില്. നമ്മുടെ ചേച്ചീനെ കല്യാണം കഴിച്ചിട്ടും ശ്രുതിയുടെ പുറകെ പോയത് അവനല്ലേ? അവനാ തെറ്റുകാരൻ. അവനെ അടിച്ചിറക്കണം ഇവിടെ നിന്ന്. എന്നാ ഞാനും ശ്രമിച്ചതാ ചേച്ചിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ. അവനെ ദൈവത്തിനെ പോലെയാ ചേച്ചി കാണുന്നത്. അതുകൊണ്ട് മാത്രാ ഞാനിപ്പോ ഒന്നും പറയാതിരിക്കുന്നേ. ചേച്ചി എന്തായാലും കുഞ്ഞിനെ പ്രസവിക്കട്ടെ. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കും. അതുവരെ അവൻ രക്ഷപ്പെടും. അത് കഴിഞ്ഞാലേ അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ആകാശ ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് അശ്വിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശ്രുതിയെക്കുറിച്ചെല്ലാം. ശ്രുതിയാണെങ്കിൽ റൂമില് തലവേദനിച്ചിരിക്കുമായിരിക്കും. അവന്റെ പുറകെ പോയി എന്റെ തല പൊട്ടിപ്പൊളിയുന്നുണ്ട്. അവനെതിരെയുള്ള തെളിവ് അന്വേഷിച്ച് ഈ ജീവിതത്തിന്റെ പാതി മുക്കാലും പോവുമെന്നാ എനിക്ക് തോന്നുന്നേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ തലയിൽ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അശ്വിൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് തലവേദനയുണ്ടോ? ആ, എനിക്ക് തലവേദനയുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തലവേദന വരുന്നതല്ലേ? ഓ, എന്താ ഇപ്പം ഇത്ര വലിയ സ്നേഹം? നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാനൊക്കെ അറിയോ? നിങ്ങൾ എപ്പോഴാ മാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓന്തിനെ പോലെയാ എപ്പോൾ വേണേ നിറം മാറാം. എനിക്കിപ്പോൾ ഒരു ഡോക്ടറെയും കാണാൻ പോകണ്ട. എൻ്റെ തലവേദനയ്ക്കുള്ള മരുന്നിനാ ഞാൻ ഇന്ന് പോയത്. എന്നാ അത് പറ്റിയില്ല. എന്ത്? നീ എന്താ പറയുന്നേ? അല്ല, ഒന്നുമില്ല. ഞാൻ ഇന്ന് പോയ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞതാ. ശ്രുതി കിടക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും മരുന്നെടുത്ത് കഴിക്ക്, എന്നാലല്ലേ തലവേദന മാറൂ. അശ്വിൻ പറഞ്ഞതുകൊണ്ട് തന്നെ മരുന്നും കഴിച്ച് ശ്രുതി കിടക്കുന്നുണ്ട്. എന്നാ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, നാളെ രാവിലെ നമുക്ക് അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തിൽ എന്തൊക്കെയോ വഴിപാടുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ആ ശരി, രാവിലെ ഞാൻ റെഡി ആയിക്കോളാം എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുന്നുണ്ട്. ശ്രുതിയെ തന്നെ നോക്കി അശ്വിൻ ഇങ്ങനെ നിൽക്കുക. അമ്പലത്തിലോട്ട് പോവാനായിട്ട് ശ്രുതിയും അശ്വിനും ഒരുങ്ങി വരുന്നുണ്ട്. ഇത് കാണുന്ന ശ്യാമിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അമ്പലത്തിലോട്ട് വിടില്ല എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ രണ്ടാളും ഒരുങ്ങി വന്നോ? ചെയ്യാനുള്ള വഴിപാടുകളെല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോൾ ഇതുപോലെ തന്നെ അവിടെ പോയി വഴിപാടുകളെല്ലാം ചെയ്യണം. ആ മുത്തശ്ശി, ഞാൻ പൊക്കോളാം. അല്ല ശ്രുതി, നിന്റെ സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇതെനിക്ക് അശ്വിൻ സാറ് വാങ്ങിച്ചു തന്നതാ. കുഞ്ഞ വാങ്ങിച്ചു തന്നതോ? എന്തായാലും കുഞ്ഞ നന്നായിട്ടുണ്ട്. ഇതേ ശ്രുതിക്ക് നല്ല പോലെ ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുക. ഇതൊക്കെ കേട്ട് മനോരമയ്ക്കും ശ്യാമിനും ഒട്ടും അങ്ങ് പിടിക്കുന്നുണ്ടായിരിക്കില്ല. ശ്യാമിന്റെ ഓരോ മുഖഭാവങ്ങളും ആകാശ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. പിന്നീടായിട്ട് ശ്യാം പറയുന്നുണ്ട് ഇത് മുടക്കാനായിട്ട്. മുത്തശ്ശി, അശ്വിനല്ലേ ഓഫീസിൽ ഒരുപാട് വർക്കുണ്ടെന്നൊക്കെ പറഞ്ഞത്? പിന്നെന്തിനാ അശ്വിൻ കൂടെ പോകുന്നത്? ശ്രുതിയുടെ കൂടെ അഞ്ജലിയോ പ്രീതിയോ ആരെങ്കിലും പോയാ പോരെ? എന്തിനാ വെറുതെ ഓഫീസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് പോകുന്നേ എന്ന് ശ്യാം ചോദിക്കുക. ഇത് കേൾക്കുന്നതും ആകാശ് ശ്യാമിന്റെ പുറത്തോട്ട് ആങ്ങി ഒരെണ്ണ അങ്ങ് കൊടുക്കുക. എല്ലാവരും ഞെട്ടാണ്. എന്താ ആകാശേ, നീ എന്താ കാണിച്ചേ? ശ്യാമിന് നല്ല പോലെ വേദനിച്ച് കാണും കേട്ടോ. ശ്യാമാണെങ്കില് ഞെരുവിലി കൊള്ളുന്നുണ്ട്. എന്നാ ആകാശ് പറയുന്നുണ്ട്, ചേച്ചി അതേ ഒരു കൊതുക്, വലിയൊരു കൊതുകായിരുന്നു. അപ്പൊ ശ്യാമേട്ടിനെ കുടിച്ച് ചോര കുടിക്കണ്ടെന്ന് കരുതിയിട്ടേ ഞാനൊന്ന് കൊടുത്തതാ. ഇവിടെ ചിലരെ എല്ലാവരുടെയും ചോര കുടിക്കാനായിട്ട് നടക്കുമല്ലേ. എന്താടാ? അല്ല കൊതുകേ, അവരെയൊന്നും വെറുതെ വിടരുത്. എല്ലാറ്റിനെയും ഇതുപോലെ അടിച്ചങ്ങ് കൊല്ലണം. ഇവൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നേ എന്ന് ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആകാശേ, ഇതുപോലൊന്നും അടിക്കരുത്. ശ്യാമേട്ടന് വേദനിച്ചോ? ഏയ് ഇല്ലല്ല, എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല അഞ്ജലി. എന്നാ ശ്രുതിക്കും പ്രീതിക്കും മനസ്സിലാവുന്നുണ്ട്. അവർക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ആകാശ് വേണോ എന്ന് കരുതിയിട്ടാണ് അടിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുക. മുത്തശ്ശി ശ്യാമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അത് ശ്യാമേ,
അശ്വിനും കൂടെ പോകുന്നതേ അവര് രണ്ടുപേരും കൂടെയാ ഈ വഴിപാട് കഴിച്ച് അമ്പലത്തിൽ പോയി തൊഴേണ്ടത്. അതുകൊണ്ടാ അവര് രണ്ടുപേരെയും പറഞ്ഞു വിടുന്നേ. ആകാശിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയപ്പോഴേ ശ്യാമിന് പിന്നെ ഒന്നും മിണ്ടാട്ടമില്ല കേട്ടോ. പിന്നീട് അങ്ങനെ ശ്രുതിയും അശ്വിനും അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. ആകെ ദേഷ്യത്തില് ശ്യാം ഇരിക്കുന്നു. പിന്നീടായിട്ട് അശ്വിനെ കള്ളക്കേസിൽ കുടുക്കിയിരുന്നു. ഡ്രഗ്സ് കടത്താൻ ശ്രമിച്ചതിനാണ് അശ്വിനെ പിടിച്ചിരുന്നത്. അതിന് പുറകിലും ശ്യാം തന്നെയായിരിക്കും. എന്നാ ആ ഒരു ചീത്തപ്പേര് കൊണ്ട് തന്നെ ഡീലേഴ്സ് എല്ലാവരും അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം പിൻവലിക്കുവാണ്. എന്നാ ആകെ കൂടെ സങ്കടത്തിലായിരിക്കും അശ്വിൻ ഇരിക്കുന്നത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഡീലേഴ്സ് എല്ലാ പൈസയും വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുള്ളൊരു മീറ്റിംഗ് ആയിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് പ്രീതിയും ശ്രുതിയും വരുന്നുണ്ട്. ഭക്ഷണമായിട്ടാണ് വരുന്നത്. ഇത് കാണുന്ന അശ്വിൻ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ എന്തിനാ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നേ? സമയം 2 മണിയായി. ഭക്ഷണം കഴിക്കേണ്ട സമയമല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കിയെല്ലാം. അതൊന്നും പറ്റില്ല. ഇവർക്കേ ഞാൻ ഹോട്ടലിൽ ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരവിടെ പോയി കഴിച്ചോളും. എന്നാ ശ്രുതി തന്നെ ഡീലേഴ്സിനോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. വിരോധമില്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. അങ്ങനെ അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇലയിട്ട് എല്ലാം വിളമ്പി വെക്കുന്നുണ്ട്. അങ്ങനെ അവർ ആസ്വദിച്ച് കഴിക്കുമായിരിക്കും. ഇവിടെയുള്ള ആൾക്കാരായിരിക്കില്ല, വിദേശികളായിരിക്കും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായം പറയാണ്. ഭക്ഷണം എല്ലാം കഴിക്കൽ കഴിയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എന്നാ ഇതിൽ ഒപ്പിട്ടോളൂ. നിങ്ങളുടെ പൈസയെല്ലാം ഞാൻ തന്നേക്കാം. ഇനി നിങ്ങളുമായിട്ട് ഒരു ബിസിനസ്സും വേണ്ട എന്ന് പറഞ്ഞ് ആ ഫയൽ കൊടുക്കുക. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, 1 മിനിറ്റ്, എനിക്കൊരു 5 മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിനൊരു അവസരം എനിക്ക് തരുമോ? എന്താ ശ്രുതി, നീ ഒന്ന് പോകുന്നുണ്ടോ? പ്ലീസ് അശ്വിൻ സാറേ. അപ്പോൾ അവരെല്ലാവരും സമ്മതിക്കുകയാണ്. ശ്രുതി വേഗം തന്നെ പുറത്തു പോയി ലാപ്ടോപ്പ് എല്ലാം എടുത്തു വരുന്നുണ്ട്. അതിലെ കുറച്ച് വീഡിയോസ് എല്ലാം അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം അശ്വിൻ സാറിൻ്റെ ഓരോരോ ഫാക്ടറികളാണ്. അശ്വിൻ സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആവണമെന്ന്. എന്നാൽ അതൊന്നും സാധിച്ചില്ല. വിദേശത്ത് പോയി പഠിക്കുന്ന സമയത്തും നാട്ടില് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം അശ്വിൻ സാറ് നോക്കിയിരുന്നു. പിന്നീടാ അച്ഛനും അമ്മയും മരിച്ചത്. ആ സമയത്ത് ഒരുപാട് തകർന്നിരുന്നെങ്കിലും പിന്നീടും അതിൽ നിന്നൊക്കെ മുന്നോട്ട് വന്നു. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാ ഈ നില വരെ എത്തിയത്. ദേ ശ്രുതി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ എനിക്ക് ഈ ഓർഡർ ഒന്നും തിരിച്ചു കിട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിതിൽ ഒപ്പിടാം. അവൾ പറയട്ടെ എന്ന് ഡീലേഴ്സ് പറയുന്നുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രുതി പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതെല്ലാം അശ്വിൻ സാർ നടത്തുന്ന ഓർഫനേജുകളാ. ഇതൊന്നും പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും അശ്വിൻ സാർ തന്നെയാണ് നോക്കുന്നത്. ഇതിന്റെ പേരിൽ പുറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്നും ഒരു 10 രൂപ പോലും അശ്വിൻ സാർ വാങ്ങിച്ചിട്ടില്ല. ഇതൊന്നും പുറത്തു പറയാനേ അശ്വിൻ സാറിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ ഇങ്ങനൊരു കാര്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി വരെ എത്തിച്ചു. അവര് വരെ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടു. അശ്വിൻ സാർ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ അപ്പം നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനൊന്നുമല്ല. നിങ്ങൾ ഏതായാലും എല്ലാം ഉപേക്ഷിച്ച് വിടുന്നു പോവാ. അശ്വിൻ സാറിനെയും ഈ കമ്പനിയെയും നിങ്ങൾ മോശമായിട്ട് ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ടാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി എനിക്ക് വേറൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാൻ നിൽക്കുവാണ്. അപ്പോഴേക്കും ഡീലേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഈ പൈസയൊന്നും വിഡ്രോ ചെയ്യുന്നില്ല. നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അശ്വിൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതിക്ക് അതിലിരട്ടി സന്തോഷമായിരിക്കും. പിന്നീടായിട്ട് ശ്രുതിയും അശ്വിനും ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട് ശ്രുതിയെ. മുത്തശ്ശിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രീതി വന്ന് ഇവിടെ വന്ന് പറഞ്ഞു. എത്ര സന്തോഷമായെന്നറിയോ? എനിക്കറിയായിരുന്നു മോള് കാരണം എൻ്റെ അശ്വിന് കയറ്റേ ഉണ്ടാവുമെന്ന്. ഇപ്പം എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ മോളെ. മുത്തശ്ശി, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിലും നീ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനതിന് അശ്വിൻ സാറ് ചെയ്ത കാര്യവും നമ്മുടെ ഈ കമ്പനിയെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അത്രമാത്രം. അല്ലാതെ ഇത് കൂടുതൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല മുത്തശ്ശി, ശ്രുതി ഇന്ന് അവിടെ വന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതെല്ലാം നഷ്ടമായേനെ. ശ്രുതി എനിക്ക് വലിയ കാര്യം തന്നെയാണ് ചെയ്തു തന്നെ.
അശ്വിൻ ഇത് പറയുന്ന കേൾക്കുമ്പോൾ ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. ഇവരെ അകറ്റാൻ ശ്രമിക്കും തോറും അടുക്കുവാണല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരെയും എന്നേക്കുമായിട്ട് പിരിക്കണം എന്ന് ശ്യാം ഇങ്ങനെ വട്ടം കൂട്ടുന്നുണ്ട്. എന്നാ ആകാശിന്റെ കണ്ണ് എപ്പോഴും ശ്യാമിന്റെ അടുത്തോട് തന്നെയാണ്. ശ്യാമ് അശ്വിനും ശ്രുതിക്കെതിരെ എന്തൊക്കെ ചെയ്യുന്നു അത് എങ്ങനെയെങ്കിലും മുടക്കാനായിരിക്കും ആകാശ് തീരുമാനിക്കുന്നത്. എന്നാ ഇപ്പൊ ആകാശ് കൂടെ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അശ്വിന് അത് നല്ലൊരു മാറ്റം തന്നെയായിരിക്കും. ശ്രുതിയെ നല്ല പോലെ സ്നേഹിക്കാൻ തുടങ്ങുവാണ് അശ്വിൻ. അങ്ങനെ ശ്രുതിയുടെ പിറന്നാളൊക്കെ വരുന്നുണ്ട്. അതിഗംഭീരമായിട്ട് തന്നെ അത് ആഘോഷിക്കുന്നുമുണ്ട്. അത് നമുക്ക് വരും എപ്പിസോഡിൽ പറയാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.